പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വീണ്ടും നമുക്ക് ദൈവവചനമായി ഒരുമിച്ച് വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ CV ആൻഡ്രൂസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം തുടർമാനമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് കർത്താവിന്റെ ദാസന്റെ ക്ലാസ്സിനായിട്ടൊന്ന് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. അകപ്പെ ബൈബിൾ കോളേജിലെ കർത്താവേ, ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ ജോയിൻ ചെയ്യുവാൻ തക്കൊണ്ട് ദൈവം ഈ നല്ല സമയം ദൈവം ഒരുക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവവചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിന് ചുമൽ കൊടുക്കുന്നതായ കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഷാജി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ കോളേജിന്റെ പ്രവർത്തനമെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 25-ാം തീയതി കർത്താവയുടെ നടക്കുന്നതായ കർത്താവ് ഗ്രാജുവേഷന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. ഇന്ന് രാത്രി കാലം ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന, ഞങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവിന്റെ ഇളയദാസൻ CV ആൻഡ്രൂ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. വെളിപ്പാട് പുസ്തകത്തിലൂടെ കർത്താവെ ഹല്ലേലൂയ അതിൻ്റെതായ ഹല്ലേലൂയ അനേക കാര്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ഞങ്ങളുടെ ദാസനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രി കാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തൊക്കെ ദൈവം ഇടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവിന്റെ പാദപീഠയെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസിൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇടയ്ക്ക് എൻ്റെ കമ്പ്യൂട്ടർ അങ്ങ് ഓഫ് ചെയ്ത് പോയി. ഞാൻ ക്ലാസ് എടുക്കട്ടെ പാസ്റ്ററെ? ക്ലാസ് എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് അവിചാരിതമായിട്ട് അങ്ങ് ഓഫായി പോയി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ 29-ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബ് എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനും അത് എൻ്റെ ഒരു അഭ്യുദ്വേകാംക്ഷയുമാണ്. ദൈവം തൻ്റെ ദാസനെ ഈ നാടുകളിൽ കരങ്ങളുടെ അടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പയ്യനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് പരിചയമുള്ള ഒരു കർത്താവിൻ്റെ പൈതലാണ്. ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നല്ലോ. പാസ്റ്റർ ഷാജിക്ക് ദാനിയേലിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അധികം മുഖവരി ഒന്നും പറയാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. 1 മണിക്കൂറുള്ള ഈ ക്ലാസ്സിൽ 5 മിനിറ്റ് തന്നെ ലേറ്റ് ആയിപ്പോയി. ശത്രുവിടയ്ക്ക് പ്രവർത്തിച്ചെന്ന് വിചാരിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന സ്മുർണ സഭയെക്കുറിച്ചാണ്. സ്മുർണ സഭയെക്കുറിച്ച് നമുക്ക് ഇനി ചിന്തിക്കാനുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ വായിക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവന്റെ കിരീടം നിനക്ക് തരും. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. സ്മുർണ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ 9-ാമത്തെ വാക്യം മുഖവരിയും 8-ാമത്തെ വാക്യം മുഖവരിയും 9-ാമത്തെ വാക്യം പ്രശംസയും
10-ാമത്തെ വാക്യം മുന്നറിയിപ്പും പ്രബോധനവും. അതേ 10-ാമത്തെ 10ഉം 11ഉം വാക്യങ്ങളിൽ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രതിഫലം അല്ലെങ്കിൽ വാഗ്ദാനത്തെക്കുറിച്ചാണ് നമുക്ക് പഠിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു വിഷയം കൂടെയാണ് നമുക്ക് ചിന്തിക്കാൻ തക്കമുള്ളത്. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ആ രണ്ടാം മരണം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം. 2 പ്രതിഫലമാണ് അവർക്ക് വെച്ചത്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മരണപര്യന്തം. 1 ജീവകിരീടം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു 5 നിലയിലുള്ള കിരീടമാണ് സ്വർഗത്തിൽ തൻ്റെ ദൈവമക്കൾക്ക് വേണ്ടി പ്രതിഫലമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ പല പ്രതിഫലമുണ്ട്. എന്നാൽ ഇവിടെ കിരീടത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് അതേപ്പറ്റിയാണ് നമ്മൾ എടുത്ത് ചിന്തിക്കാനിടയായി തീർന്നത്. അതിൽ 1-ാമത്തെ കിരീടം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. രക്തസാക്ഷികൾക്കും ഉള്ള ഒരു കിരീടമാണ്. അതുപോലെ തന്നെ രക്തസാക്ഷിത്വത്തിന് തുല്യമാണ് മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന പരിശോധന കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കും ലഭിക്കുന്ന, അതാണ് ഈ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത്. അത് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട അവർ മാത്രമല്ല രക്തസാക്ഷികള്, ജീവിക്കുമ്പോൾ തന്നെ രക്തസാക്ഷികളായിട്ട് മരിക്കാതെ മരിച്ച് അത് പരീക്ഷകൾ കടന്നു വന്ന് കഷ്ടപ്പെടുന്നവർക്ക് അവർക്കും വേണ്ടി ദൈവമായ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടമാണ് ജീവകിരീടം. 2-ാമത്തെ കിരീടം എന്ന് പറയുന്നത് അതേ വാടാത്ത കിരീടം. ഇത് ഓട്ടം ഓടി ലക്ഷ്യത്തിലെത്തിയവർക്കുള്ളവരാണ്. അതായത് ഓട്ടത്തിക്കളത്തിൽ ഓടുന്നവരോ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. അത് അവർ വാടാത്ത കിരീടം പ്രാപിക്കുമ്പോൾ, വാടുന്ന കിരീടം പ്രാപിക്കുമ്പോൾ നമ്മൾ വാടാത്ത കിരീടം പ്രാപിക്കും. ഓട്ടം തികച്ചവർക്ക്. നമ്മൾ വായിച്ചു 1 കൊരിന്ത്യർ 9:25 അത് വായിച്ചു. 3-ാമത്തെ കിരീടം എന്ന് പറയുന്നത് പ്രശംസാ കിരീടം. ഇത് ആത്മാക്കളെ നേടിയവർക്ക് വേണ്ടിയുള്ളതാണ്. 1 തെസ്സലോനിക്കർ 2:19 നിങ്ങളെക്കുറിച്ചുള്ള പ്രശംസയോ അതേ ഞങ്ങളുടെ കിരീടമല്ലയോ ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ പ്രവർത്തനം കൊണ്ട് വന്നതാണ് തെസ്സലോനിക്കയിലെ വിശ്വാസികൾ. ആത്മാക്കളെ നേടിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശ്വാസികൾക്കും നമ്മൾ 2 ആത്മാവിനെ നേടിയോ, അത് ആത്മാക്കളെ നേടിയവർക്ക് വേണ്ടി ദൈവരാജ്യത്തിന് സുവിശേഷം അറിയിച്ച് കർത്താവിലേക്ക് നേടിയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് പ്രശംസാ കിരീടം. 4 നീതിയുടെ കിരീടം. ഇത് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കുള്ളതാണ്. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഇത് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും കിട്ടുന്ന ഒരു കിരീടമാണ് അതേ നീതിയുടെ കിരീടം. 5-ാമത്തെ കിരീടം എന്ന് പറയുന്നത് തേജസ്സിന്റെ കിരീടം. നീതിയുടെ കിരീടം 2 തിമോത്തിയോസ് 4:8. തേജസ്സിന്റെ കിരീടം എന്ന് പറയുന്നത് അതേ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ 1 പത്രോസ് 5:4 ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അതേ നിങ്ങൾ അതേ കിരീടം പ്രാപിക്കും. പ്രശംസ തേജസ്സിന്റെ കിരീടം പ്രാപിക്കും. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ കിരീടം പ്രാപിക്കും. ഇത് ഇടയന്മാർക്കുള്ളതാണ്. സഭ ശരിയായി പരിപാലിച്ച അത് ദൈവദാസന്മാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കിരീടമാണ് പ്രശംസ തേജസ്സിന്റെ കിരീടം. ഇങ്ങനെ 5 കിരീടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ജീവകിരീടം, വാടാത്ത കിരീടം, പ്രശംസാ കിരീടം, നീതിൻ കിരീടം, തേജസ്സിന്റെ കിരീടം. ഇനി 2-ാമത്തെ പ്രതിഫലം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് സ്മർണ സഭയോട്. അവരെക്കുറിച്ച് ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാത്ത ഒരു സഭയാണ് സ്മർണ. മറ്റേ 5 സഭകളുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവർ വളരെ വിശ്വസ്തയോടെ നിന്ന ഒരു കൂട്ടം വിശ്വാസികളാണ്. അവരോട് പറയാണ്, ആത്മാവ് സഭയോട് പറയുന്നതെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. സ്മർണ സഭയോട് ആദ്യം പറഞ്ഞത് സ്മർണ സഭയുടെ ദൂതൻ എഴുതുക. അവസാനം പറയാണ് ആത്മാവ് സഭകളോട് പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ സഭയ്ക്കുള്ള ദൂതാണ്. ഇവിടെ വായിക്കുന്നു എന്താണ്? ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. 2 മരണമുണ്ട്. ഒന്ന് ശാരീരികമായ മരണമുണ്ട്, അതുപോലെ തന്നെ അത് തീപ്പൊയ്യിലേക്ക് തള്ളിയിടുന്ന ഒരു മരണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ തക്കുള്ളത്, അത് ഒരു പ്രാവശ്യം ജനിച്ചവൻ 2 മരണത്തിന് അതിനായിത്തീരും. ഒറ്റ പ്രാവശ്യമേ ജനിച്ചുള്ളൂ, 2 മരണം അവർക്കുണ്ട്. എന്നാൽ 2 ജന്മം പ്രാപിച്ചവർക്ക് ഒറ്റ മരണമേ ഉള്ളൂ ദിവസം.
2 ജനനം പ്രാപിച്ച പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രാവശ്യത്തെ മരണമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ജനനം പ്രാപിച്ച, എൻ്റെ പോയിന്റ് ശ്രദ്ധിക്കണം, ഒരു പ്രാവശ്യം മാത്രം ജനിച്ച വ്യക്തി 2 മരണത്തിന് അധീനരായിത്തീരും. 2 പ്രാവശ്യം ജനിച്ച ഒരു വ്യക്തി ഒരു മരണം മാത്രമേ അവർക്കുള്ളൂ, ശാരീരികമായിട്ടുള്ള മരണം, 2ാം മരണം. എന്താണ് 2ാം മരണം? വായിച്ചാട്ട് അതേ ബൈബിൾ എടുത്ത് സ്ഫുടമായിട്ട് വായിക്കാനുള്ള ആർക്കും വായിക്കാം. അതേ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ചാട്ട്. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. അവരുടെ മേൽ 2ാം മരണത്തിന് അവകാശമില്ല എന്ന് വായിക്കുന്നു. 2ാം മരണം കേട്ടോ. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും നീതിമാനുമാകുന്നു. 1-ാം പുനരുത്ഥാനം, 2 പുനരുത്ഥാനമുണ്ട്. ഒന്ന് ആദിബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. കർത്താവ് ആദിബലമായി സഭയുടെ മുൻപായിട്ട് ഉയർത്തെഴുന്നേറ്റു. ആദ്യബലം കർത്താവാണ്. പിന്നെ ക്രിസ്തുവിനുള്ളവർ, കർത്താവിനോടുള്ള ബന്ധത്തിലുള്ള പുനരുത്ഥാനമാണ് ആദ്യബലമായി, സഭയ്ക്ക് ആദ്യബലമായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് മരിച്ചവരിൽ ആദ്യം ജനിച്ചവൻ എന്ന് നമ്മൾ പാടുന്നത്. ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. പിന്നെ കർത്താവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അതാണ് 1-ാം പുനരുത്ഥാനം. 2ാമത് വേറൊരു പുനരുത്ഥാനമുണ്ട്. അത് ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ള ഒരു പുനരുത്ഥാനമുണ്ട്. അതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ആഴമായിട്ട് പഠിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ വായിക്കുന്നത് 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവന്റെ മേൽ 2ാം മരണമില്ല. കർത്താവിന്റെ വരവിങ്കൽ അതേ 1-ാം ജനനം, 2 ജനനം പ്രാപിച്ച, വീണ്ടും ജനിച്ച, ഈ ലോകത്തിലേക്ക് ജനിച്ച ഒരു ജനനം. 2ാമത് വീണ്ടും നിക്കുതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. അപ്പോൾ കൊർന്നല്യോസ് ചോദിച്ചു, ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കണമോ? കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പൊ ദൈവരാജ്യത്തിൽ കടക്കാൻ വേണ്ടി നമുക്കൊരു പുതുജന്മം ആവശ്യമാണ്, ഒരു വീണ്ടും ജന്മം ആവശ്യമാണ്. ആ വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ജന്മം എന്ന് പറയുന്നത് വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, ദൈവവചനമാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വെളിപ്പാട് 20-ന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. എഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതാണ് 2ാം മരണം. നമ്മൾ വിശദീകരിച്ചൊന്ന് പഠിക്കേണ്ടതാണ്. അതേ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 3 പുസ്തകങ്ങളാണ് സ്വർഗത്തിലുള്ളത്. ഒന്ന് ജീവപുസ്തകം. നമ്മൾ ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുന്നു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിലിരിക്കുന്നത്രേ സന്തോഷിപ്പി. നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട്. നമ്മൾ ഫിലിപ്പ്യാലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാർ. അപ്പൊ ജീവപുസ്തകം, സ്വർഗത്തിലെ ഒരു പുസ്തകമാണ് ജീവപുസ്തകം. അതെന്താണ്? നമ്മുടെ പേരെഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. 2-ാമത്തെ പുസ്തകമാണ് മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അതെല്ലാം ഓർമ്മയുടെ പുസ്തകത്തിൽ, സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. നോക്കണമേ, സ്മരണ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, അതിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെ, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാം ചെയ്തു, കർത്താവിന് വേണ്ടി അതേ ഓടിയത്, അധ്വാനിച്ചത്, അതെല്ലാം സാധുക്കളെ സഹായിച്ചത്, അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഓർമ്മയുടെ പുസ്തകം. ആ ഓർമ്മയുടെ പുസ്തകം അവിടെ ചെല്ലുമ്പോൾ നിവർത്തിക്കും. 3-ാമത്തെ പുസ്തകമാണ് വേദപുസ്തകം, തിരുവചനം. റോമാലേഖനം 2-ന്റെ-16 വായിക്കുമ്പോൾ, തിരുവചന പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ 3 പുസ്തകം സ്വർഗത്തിലുണ്ടെന്ന് ഓർക്കണം. 1 ജീവന്റെ പുസ്തകം, 2 ഓർമ്മയുടെ പുസ്തകം, 3 വേദപുസ്തകം, തിരുവചനം. തിരുവചനത്തിന് അടുത്ത ഈ തിരുവചന പ്രകാരമാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം നമ്മെ ന്യായം വിധിക്കും. ഈ പുസ്തകങ്ങളൊക്കെ ഈ മരിച്ചുപോയ ദുഷ്ടന്മാരെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം, അതിലെ ആ പാരഗ്രാം വായിക്കുമ്പോൾ, ഞാനൊരു വെള്ള സിംഹാസനം കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി,
മരിച്ചവർ ആബാല വൃദ്ധം വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ വന്നുകൂടി. 3 സിംഹാസനമാണ് ഇനി ഉള്ളത്. ഒന്ന്, നമ്മൾ സ്വർഗത്ത് ചെല്ലുമ്പോൾ 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതാണ് ഒരു സിംഹാസനം. വിശുദ്ധന്മാർ സ്വർഗത്ത് ചെല്ലുമ്പോൾ, സഭ സ്വർഗത്ത് ചെല്ലുമ്പോൾ കർത്താവ് സിംഹാസനത്തിൽ ഇരുന്ന്, ന്യായാസനം എന്ന് പറഞ്ഞാൽ നമുക്ക് തക്ക പ്രതിഫലം തരുവാൻ തക്കവണ്ണം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ പ്രതിഫലങ്ങൾ, ഈ കിരീടമൊക്കെ തരാൻ കർത്താവ് ന്യായാസനത്തിന് മുമ്പ് ഇരിക്കും. അത് സ്വർഗത്തിൽ ഇരിക്കുന്ന സിംഹാസനമാണ്. അത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ആ സിംഹാസനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനിയും അതേ 2-ാമത്തെ സിംഹാസനമാണ് തേജസ്സിന്റെ സിംഹാസനം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്രൻ തേജസ്സിൽ വരുമ്പോൾ അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അതെന്താണെന്നറിയാമോ? അത് സകലരെയും ജാതികളെ ന്യായം വിധിക്കാൻ തക്കൊണ്ട് ഇരിക്കുന്ന സിംഹാസനമാണ് തേജസ്സിന്റെ സിംഹാസനം. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ പിന്നീട് പഠിക്കാം. 3-ാമത്തെ സിംഹാസനമാണ് 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വെള്ള സിംഹാസനം. ആ വെള്ള സിംഹാസനം മരിച്ചവർ ആബാലവൃദ്ധം കയ്യീൻ മുതലുള്ള സകല ദുഷ്ടന്മാരും എഴുന്നേറ്റ് വരുന്ന ഒരു സന്ദർഭമാണ്. അവരെ കർത്താവ് ന്യായം വിധിക്കും. അവരുടെ മുമ്പ് വെച്ച് പുസ്തകങ്ങൾ തുറക്കും. അത് എല്ലാ പുസ്തകവും തുറക്കും. പുസ്തകമല്ല, പുസ്തകങ്ങൾ. ജീവന്റെ പുസ്തകം തുറക്കും, ഓർമ്മയുടെ പുസ്തകം തുറക്കും, വേദപുസ്തകം തുറക്കും. അതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അവരുടെ മേൽ ശിക്ഷയുണ്ടായി. ദൈവത്തിന്റെ വിധി എന്ന് പറഞ്ഞാൽ നീതിയുള്ള വിധിയാണ്, ന്യായമായ വിധിയാണ്. കർത്താവിന്റെ വിധിക്ക് യാതൊരു അനീതിയുമില്ല. അവൻ ന്യായമായി വിധിച്ചു. നിങ്ങളുടെ പേര് പുസ്തകത്തിലില്ല, നിങ്ങളുടെ പേര് അതേ ഓർമ്മയുടെ പുസ്തകത്തിലില്ല. തിരുവചന പ്രകാരം നിങ്ങൾക്ക് ശിക്ഷ തന്നേ ഒക്കത്തുള്ളൂ. അങ്ങനെ അവരെ എറിയുന്ന തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. അതാണ് 2-ാം മരണം. രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിക്ക് ഈ 2-ാം മരണം ഇല്ല. ഇത് 2-ാം മരണത്താൽ അവർക്ക് ദോഷം വരത്തില്ല എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. യോഹന്നാൻ 11-ാം അധ്യായം 25-26 വാക്യം വായിച്ചേ. യോഹന്നാൻ 11:25-26. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. നോക്കണമേ, 2-ാം മരണത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കേട്ടോ, ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. കർത്താവിന്റെ പദം കണ്ടോ? ഒരു നാളും മരിക്കയില്ല. അവർക്ക് 2-ാം മരണം ഇല്ലെന്നാണ് അതിന്റെ അതേ അർത്ഥം. എന്നിൽ വിശ്വസിച്ചാലോ മരിച്ചാലും ജീവിക്കും. വീണ്ടും ജന്മം പ്രാപിച്ച്, എന്നിൽ വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് മരിക്കുകയാണെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിന് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഗണത്തിൽ അവർ കാണും. അവരെന്തിന് അതേ അവരുടെ മേൽ 2-ാം മരണം ഉണ്ടാകുകയില്ല എന്നാണ്. അവരൊരു നാളും മരിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ജനിച്ചവൻ 2 പ്രാവശ്യം മരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ 2 പ്രാവശ്യം ജനിച്ചവൻ 1 പ്രാവശ്യമേ മരിക്കത്തുള്ളൂ. സ്വർണ്ണാസഭയിലെ വിശ്വാസികൾക്ക് കർത്താവ് ധൈര്യം കൊടുക്കുകയാണ്. അവർ വളരെ കഷ്ടതയിൽ കൂടെ പീഡനത്തിൽ കൂടി കടന്നുപോയപ്പോൾ അവർക്ക് ധൈര്യം കൊടുക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ മരിച്ചാലും, രക്തസാക്ഷികളാൽ മരിച്ചാലും 2-ാമത്തെ മരണം നിങ്ങളെ ബാധിക്കത്തില്ല. ദുഷ്ടന്മാർക്ക് ലഭിക്കാൻ പോകുന്ന മരണം നിങ്ങളെ ബാധിക്കത്തില്ല. 2-ാം മരണം നിത്യശിക്ഷാവിധിയാണ് കാണിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നഗരത്തിന്റെ മതിലിന്റെ 12 അടിസ്ഥാനവും അതിന്റെ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരും ഇവിടെ 12 പേരുമുണ്ട്. 20:14 അല്ലേ പാസ്റ്റർ പറഞ്ഞത്? 20:14. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. നോക്കണമേ, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ 2-ാം മരണം. 2-ാം മരണം എന്നത് വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലാക്കണം. 2-ാം മരണം വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പദമാണ്. ശാരീരിക മരണം 1-ാം മരണമെങ്കിൽ ദൈവത്തിൽ നിന്ന് നിത്യമായി വേർപെട്ട് തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥയാണ് 2-ാമത്തെ മരണം. ദൈവത്തിന്റെ കൃപയാൽ ഈ മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവിന്റെ വരവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത്
അവർ പാടുന്ന ഒരു മുദ്രാവാക്യം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 55 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ പഴയ കല്ലറിലേക്ക് ഒന്ന് നോക്കും. ആ കല്ലറയിൽ നോക്കുന്ന വേളയിൽ കല്ലറ തുറന്നെടുക്കുകയാണ്. അവർ പറയും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ദൈവത്തോളം ഹേ എന്നാ വിളിക്കുന്നത്. അവരെ മരണത്തെ ഹാസ്യമായിട്ട് മുമ്പിൽ നടന്നു പോകുന്ന ഒരു സഹോദരനെ ഹേ എന്ന് വിളിച്ചാൽ അവനെ പരിഹസിക്കാൻ തോന്നും. ഇവിടെ ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഇനി ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാർക്കൊരു മുദ്രാവാക്യമുണ്ട്. നമ്മുടെ കർത്താവ് ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. മരണത്തിന് തുല്യമായി അവർ രൂപാന്തരം പ്രാപിച്ചാണ് സ്വർഗത്തിന് പോകുന്നത്. എന്നാൽ മരണത്തിന്റെ ആ വിഷമുള്ള അവർക്ക് ആസ്വദിപ്പാൻ തക്കണിടയായില്ല. ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞു. അവരുടെ മുദ്രാവാക്യം അതാ. രണ്ടുപേരും കൂടെ ഒന്നിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട് അവിടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. എത്ര സന്തോഷത്തിന്റെ സന്ദർഭമാണ് നമുക്ക് ലഭിക്കാൻ തക്കൊണ്ട് പോകുന്നത്. പാപത്തിന്റെ അന്തിമ ഫലമാണ് മരണം. യാക്കോബ് 1:15 വായിച്ച്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. നോക്കണമേ, പാപമാണ് അവസാനം മരണത്തിലേക്ക് കൊണ്ട് കലാശിപ്പിക്കുന്നത്. അതേ മോഹം ജനിച്ചിട്ട് അത് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുകയാണ്. പാപത്തിന്റെ മരണമോ അത് പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. മരണത്തിലേക്ക് കൊണ്ട് കലാശിക്കും. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജയകരമായ ജീവിതം നയിക്കണം എന്നുള്ളതാണ്. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. റോമാലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം പ്രാപിക്കുന്നു കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ആർക്കഴിയും? ഈ ലോകത്തിനോ വരുവാളനോ മരണത്തിനോ ആഴത്തിനോ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ഇതിൽ നിന്നൊന്നും എന്നെ വേർതിരിപ്പാൻ തക്കൊണ്ട് കഴിയുന്നില്ല. നാമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആ ജയമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ആ ജയം പ്രാപിക്കുന്നവർക്ക് രണ്ടാം മരണമില്ല. അതൊരു പ്രതിഫലത്തിൽപ്പെട്ട കാര്യമാണ്. അവർക്ക് 5 കിരീടങ്ങൾ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പൗലോസ് വെല്ലുവിളിയോടാണ് ചോദിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയും? സ്മുർണ സഭയ്ക്കുണ്ടായ 4 കഷ്ടതയാണ് നമ്മൾ പഠിച്ചതാണ്. 1 കഷ്ടത, 2 ദാരിദ്ര്യം, 3 പരദൂഷണം, 4 തടവ്. ഇതെല്ലാം വന്നിട്ടും സ്മുർണ സഭ പരാജയപ്പെട്ടില്ല. അതിനെയെല്ലാം അതിജീവിച്ച് നിന്ന ഒരു കൂട്ടം വിശ്വാസികളാണ് സ്മുർണ സഭയുടെ കാലഘട്ടം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക് പറയുന്ന എല്ലാവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക അത്രേ. അത് 2-ാമത്തെ മരണം. അത് 2-ാമത്തെ മരണം. മീരിക്കൽ. അതേ അവിശ്വാസികൾ, ഇവർക്ക് രക്ഷിക്കപ്പെടാത്തവരെ ഇവർക്കുള്ള ഓഹരി എന്താണെന്നറിയാമോ? തീയും ഗന്ധവും കത്തുന്ന പൊയ്കയാണ്. തീയും ഗന്ധവും കത്തുന്ന പൊയ്ക ഉണ്ടെന്നുള്ളത് വേദ ശാസ്ത്രിമാർ ഗവേഷകന്മാർ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. റഷ്യയിൽ ആഴത്തിൽ സൈബീരിയയിൽ ഒരു കുഴി കുടിച്ചപ്പോൾ അവിടെ ഒരു നിലവിളിയുടെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞ് ഒരു കാലത്ത് മലയാള മനോരമയിലൊക്കെ വന്ന ഒരു വലിയ വാർത്തയായിരുന്നു. അവരതിന്റെ ആഴത്തിലെ രഹസ്യങ്ങൾ അറിയാൻ തക്കണം കമ്പ്യൂട്ടറിന്റെ മൊന ഘടിപ്പിച്ച് ആഴത്തിലേക്ക് അതിന്റെ സൂചി ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു കൂട്ട നിലവിളി കേൾക്കുവാൻ തക്കവണ്ണം അവിടെ മനുഷ്യ നിലവിളി കേട്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അത് ഇവിടെ വായിക്കുന്നു. ബീരുക്കൽ, അവിശ്വാസികൾ, ദുർനടപ്പുക, അതെ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്ക, അത് 2-ാമത്തെ മരണമാണ് എന്ന് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജയാളികൾ ഒരിക്കലും നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരികയില്ല. ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ പേര് ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ സന്തോഷിപ്പി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. അവൻ ന്യായവിധിയിലാകാതെ മരണം പെട്ട് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു കേട്ടോ. അതാണ് 2-ാമത്തെ പ്രതിഫലം. ജീവങ്കിലേക്ക് അവൻ ന്യായവിധിക്കാകാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു
എന്ന പ്രത്യേക സന്ദേശം ഇന്ന് രാത്രികാലം നമുക്ക് കൈക്കൊള്ളാം. സ്മുർണ സഭയെക്കുറിച്ചുള്ള ദൂത് അവസാനിപ്പിച്ചിരിക്കുന്നു. സ്മുർണ സഭയുടെ കാലഘട്ടം AD 170 മുതൽ 313 വരെയുള്ള കാലഘട്ടങ്ങളാണ്. AD 170 മുതൽ 313 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അനേക വിശുദ്ധന്മാർ രക്തസാക്ഷികളായിട്ട് മരിപ്പാൻ തക്കണം ഇടയായി തീർന്നു. ആ കാലത്ത് രക്തസാക്ഷികളായിട്ട് മരിച്ച 10 പേരെ കുറിച്ച്, ഈ കാലഘട്ടത്തിൽ രക്തസാക്ഷികൾ മരിച്ച 10 പേരെ, 40 പേരെ, ആ സത്യ ക്രിസ്ത്യാനികളായ 40 പേരെ അവരെ കൊണ്ടുവന്ന് അന്നത്തെ ചക്രവർത്തി ഐസ് നദിയിലിട്ട് മുക്കിക്കൊല്ലാനാണ് തീരുമാനിച്ചത്. അവരോട് ഓരോരുത്തരോടും പറഞ്ഞു, നിങ്ങൾ യേശുവിനെ കൈവിട്ടാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അടുത്തത് ഐസ് നദി, നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ നദിയൊക്കെ ഒന്ന് കാണണം തണുപ്പ് കാലത്ത്. ആ നദിയിൽ നിങ്ങളെ മുക്കിക്കൊല്ലും എന്ന് പറഞ്ഞു. നിങ്ങളെ എൻ്റെ തിട്ട് തണുത്ത് മരിക്കും എന്ന് പറഞ്ഞു. അവര് 39 പേരും പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ തള്ളി പറയത്തില്ല. ദൈവസ്തോത്രം. അവരെ ഓരോരുത്തരും നദിയിൽ മുങ്ങി ചത്തുകൊണ്ടിരിക്കുകയാണ്. 40ാമത്തെ ആൾ വന്നപ്പോൾ, നീ തള്ളി പറയുന്നു 39 പേർക്കും എന്റെ കയ്യിൽ നിന്ന് രക്ഷ വായ്പണ്ടായില്ല, നീയും യേശുവിനെ തള്ളി പറയാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ തള്ളി പറയുന്നു പറഞ്ഞു. അയ്യോ, അത് കേട്ടോണ്ടിരുന്ന അതിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്റ്റൻ പറഞ്ഞു, ഇവന് വേണ്ടി ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞ് ആ നദിയിലേക്ക് അവൻ വീണു മരിച്ചു. അത് അവൻ ചാടുന്നതിന് മുൻപ് അവനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഇത്ര നേരവും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ നീ ശുഷ്കാന്തിയോടെ നിൽക്കുകയായിരുന്നല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ 39 പേരും ഐസ് നദിയിലേക്ക് വീഴുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു കിരീടം അവർ തലയിലേക്ക് വരുന്ന കാഴ്ച ഞാൻ കണ്ടു. 40ാമത്തെ ആൾ പറഞ്ഞു, ഞാൻ യേശുവിനെ തള്ളി പറയുന്നു പറഞ്ഞു. ഒരു കിരീടം ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടു. പക്ഷെങ്കിൽ തള്ളി പറയുന്നു പറഞ്ഞപ്പോൾ ആ കിരീടം അതുപോലെ അങ്ങ് കയറിപ്പോയി. ആ കിരീടം എനിക്ക് പ്രാപിക്കണം എന്ന് പറഞ്ഞ് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് അവസാനം വരെ ഈ വിശുദ്ധന്മാരുടെ മരണം കണ്ട് അവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവസാനം മരിപ്പാണ്ടിയായി. ദൈവത്തിന്റെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. ഇനി നമ്മൾ പെർഗമോസ് സഭയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അത് 2-ാം അധ്യായം 12-ഉം 13-ഉം വാക്യം ഒന്ന് വായിച്ചാട്ടെ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറി ഇരുമ്പുവായ്ത്തലകൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളോടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പോസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അതേപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ 12ാമത്തെ വാക്യമാണ് മുഖവര. ആ മുഖവര എങ്ങനെയാണ് വായിക്കുന്നത്? മൂർച്ചയേറിയ ഇരുവായ്ത്തല ഉള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. പെർഗമോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉയർച്ച എന്നാണ്, അല്ലെങ്കിൽ സ്വസ്ഥത, ഉയർച്ച. പെർഗമോസ് സഭ, ആ പട്ടണം നിലനിന്നത് ഒരു ഉയർന്ന കുന്നിന്റെ മുകളിലായിരുന്നു. 15 മൈൽ പടിഞ്ഞാറായിട്ടാണ് അതിന്റെ മെഡിറ്ററേനിയൻ കടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ പട്ടണത്തിൽ വലിയ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറി 2 ലക്ഷം പുസ്തക ചുരുൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നാണ് വായിക്കുന്നത്. ഇതായിരുന്നു ആസിയയുടെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ തലസ്ഥാനം ഒരു കാലത്ത് ഈ പെർഗമോസ് ആയിരുന്നു. അത്ര മനോഹരമായ ഒരു പട്ടണമായിരുന്നു. റോമാക്കാർ ഈ പ്രദേശം പിടിച്ചെടുത്ത് റോമാക്കാർ അവിടെ അതേ ഭരിച്ചുകൊണ്ടിരുന്നു. ഈ പട്ടണത്തിൽ വലിയ ഒരു ചെറിയൊരു ഐഡിയ പറയാണ്. അതേ, ഈ പട്ടണത്തിൽ വലിയ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. വിവിധ തരത്തിലുള്ള ആൾക്കാർ, ജാതി മതസ്ഥർ പാർക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പെർഗമോസ് എന്ന് പറയുന്ന ഈ പട്ടണം. അതൊരു ഉയർന്ന കുന്നിന്മേലായിരുന്നു. വലിയ മനോഹരമായ ഒരു നഗരമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തുർക്കിയിൽ, അല്ലെങ്കിൽ ആസിയയിൽ, തുർക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറിയത്തുള്ളൂ, തുർക്കിയിൽ 3 വർഷം താമസിച്ച് പ്രവർത്തിച്ച കൂട്ടത്തിൽ സ്ഥാപിതമായ ഒരു സഭയാണ് പെർഗമോസ്. ആ സഭയെ കൂടെ തെരഞ്ഞെടുത്താണ് ഈ ദൂത് പറയുന്നത്. യഹൂദ ജാതിയരും ഒന്നുകൂടിയിരുന്ന സ്ഥലമായിരുന്നു ഈ പ്രദേശങ്ങൾ. കുസ്തന്തിനോസ് ചക്രവർത്തി മുഖാന്തരം ഈ കാലങ്ങളിൽ സഭയിൽ ജാതീയ ആരാധനയൊക്കെ കടന്നു വരുവാൻ തക്കോടിയായി. അതേ ബാബിലോൺ പട്ടണം ഇറാഖിനെ മേദ്യ പാർശ്യ സൈന്യങ്ങൾ, പേർഷ്യക്കാർ, ഇറാൻകാർ, ഇന്ന് ഇറാന്റെ യുദ്ധം നമ്മൾ കാണുന്നല്ലോ. ഇറാനെ കുറിച്ച് ഞാനൊരു വിവരം വിവരിക്കുന്നുണ്ട്. ബൈബിൾ പ്രകാരം ഇറാൻ പ്രവചന വെളിച്ചത്തിൽ, ഇറാഖ് പ്രവചന വെളിച്ചത്തിൽ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ താമസിയാതെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിച്ച പ്രസംഗങ്ങൾ
യൂട്യൂബിൽ കിടപ്പുണ്ട്. ആയിരങ്ങൾ പതിനായിരങ്ങൾ കേൾക്കുവാൻ തക്കണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സഭയോട് കർത്താവ് ദൂത് പറയാണ്. ഇന്ന് അവിടെ ചെന്നാൽ ഈ സഭ പെർഗമോസ് എന്നുള്ള പേരിനാലല്ല അറിയുന്നത്. മുസ്ലിംകാര് അത് ഈ പ്രദേശം പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ ഇതിനൊരു പുതിയ പേര് കൊടുത്തു. ബെർഗാമ എന്ന പേരിനാലാണ് അറിയപ്പെടുന്നത്. എന്നാൽ വേദപുസ്തക ശാസ്ത്രികൾക്കും അത് പഠിച്ചിട്ടുള്ളവർക്കും ഇത് പെർഗമോസ് ആണെന്ന് മനസ്സിലാകത്തക്ക ഗൈഡ് നമുക്കത് വിവരിച്ചു തരും. പെർഗമോസ് എന്നുള്ള സ്ഥലം ഇന്ന് ബെർഗാമ എന്നുള്ള മുസ്ലിം പേരിനാലാണ് അറിയപ്പെടുന്നത്. കർത്താവ് അത് AD 312 മുതൽ 606 വരെയുള്ള കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സഭയായിരുന്നു ഈ പെർഗമോസ് സഭ. ഈ സഭയിൽ ഈ കാലങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ അവർക്കുണ്ടായ അതേ വിശ്വാസത്യാഗവും അവർക്കുണ്ടായ പരാജയവും അവർ കർത്താവിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ അനുഭവങ്ങളെല്ലാം നമുക്ക് ഈ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കൊണ്ട് കഴിയും. ഈ സഭ അവർക്ക് 2 ഉപദേശം ഉണ്ടായിരുന്നു. ഒന്ന് ബെലയാമിന്റെ ഉപദേശം, 2 നിക്കോലാവരുടെ ഉപദേശം. അത് ഈ സഭയിലേക്ക് കടന്നു വന്നു. എന്താണ് ബെലയാമിന്റെ ഉപദേശമെന്നും നിക്കോലാവരുടെ ഉപദേശം എന്നുള്ളതും നമുക്ക് പഠിക്കാം. അതായിരുന്നു അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കുറവ്. ഈ കാലത്തിൽ ഈ സഭയിൽ കൊണ്ടുവന്ന ദുരുപദേശങ്ങൾ ആ സഭ അതേ നല്ലൊരു ഭാഗം അംഗീകരിപ്പാൻ തക്കണം ഇടയായി തീർന്നു. ഇവിടെ കർത്താവ് ഇവർക്ക് പ്രത്യക്ഷപ്പെടുന്ന എങ്ങനെയാണെന്നറിയാമോ? പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ളവൻ അരുളി ചെയ്യുന്നത് ദൈവത്തിന് സ്തോത്രം. ഈ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഭരണം നടത്തിയിരുന്ന ചക്രവർത്തിമാർ ഈ ഇറാൻ ഇവരെ പിടിച്ചടക്കിയതിനു ശേഷം, എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യം ഈ പ്രദേശങ്ങൾ പിടിച്ചടക്കിയതിനു ശേഷം അവിടെ അതേ ബാബിലോണിൽ നിന്ന്, ഇറാഖിൽ നിന്ന് അല്ലെങ്കിൽ റോമിൽ നിന്ന് അവരുടെ ആസ്ഥാനം, സഭയുടെ ആസ്ഥാനം മാറ്റേണ്ടി വന്നപ്പോൾ തൽക്കാലത്തേക്ക് ഈ പെർഗമോസ് സഭയിലേക്ക് അവരുടെ ആസ്ഥാനം മാറ്റിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്തീയ സഭയിൽ ദുരാചാരങ്ങളെല്ലാം വന്നു ചേരുവാൻ തക്കൊണ്ടിയായിത്തീർന്നു. ഈ പെർഗമോസിനെ ആസിയുടെ കിരീടം എന്ന് വിളിച്ചു വന്നിരുന്നു. അത്രമാത്രം മനോഹരമായ ഒരു പട്ടണമായിരുന്നു ഈ സഭ. അവിടെ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട സഭ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രവർത്തനത്താൽ സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ പിൽക്കാലങ്ങളിൽ കടന്നു വന്ന ദുരുപദേശം മുഖാന്തരം ഈ സഭ വളരെയധികം പരാജയപ്പെടുവാൻ തക്കൊണ്ടിയായിത്തീർന്നു. അവരുടെ രീതി അനുസരിച്ചാണ്, കർത്താവ് അവരുടെ സ്വഭാവം അനുസരിച്ചാണ് അവരോട് സംസാരിക്കുന്നത്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, അതാണ് മുഖവര. മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ളവൻ അരുളി ചെയ്യുന്നത് ദൈവത്തിന് സ്തോത്രം. അന്നത്തെ ചക്രവർത്തിമാര് വാള് ധരിക്കുന്നവരായിരുന്നു. വാള് കാരണം ഏകാധിപത്യമായിരുന്നു. ഒരുത്തനെ കൊല്ലാന്ന് പറഞ്ഞാൽ കൊല്ലും. അതേ വേറെ ആരുടെ അഭിപ്രായം ചോദിക്കാത്ത നിലയിലുള്ള ഒരു ഭരണം. അവിടെ ഭരിക്കുന്ന ചക്രവർത്തിമാര് വാളിന്റെ അധികാരമുള്ളവൻ എന്നുള്ള പേരിനാലാണ് അറിയപ്പെട്ടത്. എന്നാൽ അവിടെയുള്ള സഭ, അവിടെ രക്ഷിക്കപ്പെട്ട പൗലോസിന്റെ പ്രവർത്തനം മൂലം സ്ഥാപിതമായ സഭ, അതേ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ വായിക്കുന്നത് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ളവൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. എന്താണ് ഈ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളെന്ന് പറയാൻ തക്കൊണ്ട കാരണം? എബ്രായ ലേഖനം 4:12 വായിച്ച്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നോക്കണമേ, ഇരുവായ്ത്തലുള്ള വാളെന്ന് പറഞ്ഞാൽ കർത്താവ് മൂർച്ചയേറിയുള്ള ഇരുവായ്ത്തലയുമായിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാകുന്ന വാളാണ്. ആ വാള് കൊണ്ടാണല്ലോ ദൈവം തമ്പുരാൻ അതേ മൂർച്ചയേറിയ വാള് മാറ്റുമായിരുന്ന ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ഈ വാളിന് 2 വശവും മൂർച്ചയുണ്ട്, ഇരുവശവും മൂർച്ചയുണ്ട്. 2 വിശ്വാസികൾ നല്ലോണം കുത്തും, പക്ഷെ തിരിഞ്ഞു വെട്ടുന്നതാണ്. മറ്റേ വശത്തും ഇതിന്റെ മൂർച്ചയുണ്ട്. ഇത് പ്രസംഗിക്കുന്നവരെ മുറിക്കുന്നതാണ്, വിശ്വാസികളെയും മുറിക്കുന്നതാണ്. ഇരുവായ്ത്തലുള്ള വാൾ അരുളി ചെയ്യുന്നത് കേട്ടോ. അത് ഇവിടെ നമ്മൾ വായിക്കുന്നു. അത് ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നതാണ് ഈ വചനം. ഈ വചനം മുഖാന്തരം കുത്തുകൊണ്ടപ്പോഴാണല്ലേ പെന്തക്കോസ്ത് നാളിൽ 3000 പേര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ഈ ഇരുവായ്ത്തുള്ള വാളെന്ന് പറയുന്നത് കർത്താവ് വചനം ഉപയോഗിച്ചാണ് ഇവരെ നന്നാക്കാൻ നോക്കുന്നത്. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്താൽ
ദൈവത്തിന്റെ വചനമാണ് നമ്മൾ നിലനിർത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 30-31 വാക്യം വായിക്കുമ്പോൾ, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് രാത്രികാലം അഗാപ്പെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ വചനം നമ്മൾ നന്നായിട്ട് പഠിക്കണം. കർത്താവ് പറയാണ്, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ തക്കണം ആർക്കും കഴിയയില്ല. ശിശുക്കളെ പോലെ അതേ പാൽ കുടിച്ച് വളരുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നും ജനിച്ചപ്പോൾ ഒരു കുഞ്ഞിരുന്നാൽ അവരെ കുറിച്ച് മാതാപിതാക്കന്മാർക്ക് തൃപ്തിയല്ല. പാല് കുടിച്ച്, വചനമാകുന്ന പാല് കുടിച്ച് വളർന്നു വരണം. അവനെ പരാജയപ്പെടുത്തുവാൻ ശത്രുവിന് കഴിയത്തില്ല. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചേ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും. ദൈവവചനം എന്ന ആത്മാവിന്റെ പാൽ. എനിക്ക് ഈ വാക്കുകളൊക്കെ കാണാൻ അറിയുന്നുണ്ട്. രണ്ടുപേരും ഒന്നിച്ച് വായിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. ആരെങ്കിലും ഒരാൾ വായിച്ചാൽ സന്തോഷമായിരുന്നു. ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് നോക്കണമേ. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ വാളായിട്ട് പറഞ്ഞു. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. ഈ വചനത്തിന് മൂർച്ചയുണ്ട്. ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തും. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വചനം സംസാരിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേൽ വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനം, നമ്മളെ നിലനിർത്തുന്ന വചനം, കെട്ടുപോകാത്ത വചനം. ഈ വചനത്തിൽ നമ്മൾ നിലനിൽക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് പെർഗമോ സഭയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വചനം വെച്ച് അത് സംസാരിപ്പാൻ തക്കൊണ്ടിയായി തീർന്നു. വചനത്താൽ വിധിക്കുവാൻ തക്കൊണ്ടിയായി തീർന്നു. അതേ നമ്മൾ ഈ വാളിനെ കുറിച്ച് എന്താണ് നമ്മൾ അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോഴും ഈ ബെലയാമിന്റെ ദുരുപദേശമൊക്കെ അവിടെ കടന്നു വന്ന സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് കർത്താവ് ഇവര് പരിശോധനയിലൊക്കെ നേരെ നിന്ന ഒരു കൂട്ടം ജനമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ വാള് സംഖ്യാപുസ്തകം 22-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിച്ച്. സംഖ്യ 22:31. അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം നമസ്കരിച്ചു. നോക്കണമേ, ആ ഭാഗം നിങ്ങൾ വായിച്ചോ. യഹോവയുടെ ദൂതൻ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പൊക്കോട്ടെ നമ്മൾ ബിലയാമിനെ കുറിച്ച് അതേ വിശദീകരിച്ചൊന്ന് പഠിക്കുന്നുണ്ട്. ഇവൻ ഒരു പ്രവാചകനായിരുന്നു. ഒരു കാലത്ത് നല്ലവണ്ണം ശോഭിച്ചുകൊണ്ടിരുന്നവനാ. എന്നാൽ അവന്റെ മനസ്സിൽ ദ്രവ്യാഗ്രഹം കടന്നു വന്ന് ഇപ്പൊ വലിയ കൃപയൊന്നുമില്ല. പണ്ടത്തെ പോലെ പ്രവചനമൊന്നും പഠിക്കാത്തതുകൊണ്ട് ഇവൻ ലക്ഷണവിദ്യ നോക്കുകയും കൂടത്തിലൊക്കെ നടത്തുകയും ചെയ്യുന്ന ക്ഷുദ്രപ്രയോഗമൊക്കെ ചെയ്ത് പറയുന്ന ഒരു രീതിയായിട്ട് അവൻ അങ്ങ് മാറി. അവനെ അന്വേഷിച്ച് ബാലാക്കിന്റെ ആൾക്കാർ ചെന്നതും ദൈവത്തോട് അവൻ ചോദിച്ചാൽ പൊക്കോട്ടെ ചോദിച്ചു പോകണ്ടെന്ന് പറഞ്ഞതാ. പിന്നെയും പൊക്കോട്ടെ ചോദിച്ചപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദൈവം ആദ്യമേ പറയും പോകണ്ടെന്ന് പറയും. പിന്നെയും കടന്ന് പ്രാർത്ഥിച്ചു ഞാൻ പൊക്കോട്ടെ അതാണ് പോയി അനുഭവിച്ചിട്ട് പോവാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ലേ, പൊക്കോട്ടെ പോകണ്ടെന്ന് വാണിംഗ് കൊടുത്തതാ. അവൻ പിന്നെയും പോയ സമയത്താണ് വഴിയിൽ ഊരിപ്പിടിച്ചൊരു വാളുമായി നിൽക്കുകയാണ് ദൂതൻ. ഇവന് പുറകോട്ട് പോകാമായിരുന്നല്ലോ. എന്റെ പോക്ക് ശരിയല്ല എന്ന് വെളിപ്പെടുത്തിയ ആ വാള്, ഊരിപ്പിടിച്ച വാള്, ദൂതൻ വചനമാകുന്ന വാള് കൊണ്ട് നിൽക്കുകയാണ്. അതേ കഴുത നിന്റെ കീഴെ കിടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വാൾ കൊണ്ട് നിന്നെ കൊന്നുകളയുമായിരുന്നു. ഈ ദൂത് കേട്ടിട്ടും ഈ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അവൻ പുറകോട്ട് പോകാതെ പണത്തിന്റെ കൊതിയേറ്റ് അവൻ പോയവനാണ്. ദൈവത്തിന് സ്തോത്രം. അവസാനം അവൻ മരിച്ചതിന്റെ ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവനെ കൊന്നുകളയായിരുന്നു. വാളിന്റെ വായ്ത്തലയാൽ അവനെ കൊന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇരുവായ്ത്തലുള്ള വാൾ, ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ഈ വാൾ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ജാതികളെ വെട്ടുവാൻ തക്കണം അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നു. എന്താണ് ആ വാള്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യവരവാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് രഹസ്യമായി വരുന്നു, 2 പരസ്യമായി വരുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ്
അവൻ രഹസ്യമായിട്ട് വരുന്നത്. അവൻ പരസ്യമായിട്ട് വരുന്ന ഭാഗമാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വിശുദ്ധന്മാരുമായിട്ട് ഒന്നിച്ച് പരസ്യമായി ഒളിവളിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം. അപ്പോൾ അന്തിക്രിസ്തു തന്റെ സൈന്യങ്ങളുമായി കർത്താവിനോട് യുദ്ധം ചെയ്യുവാൻ തക്കണ കടന്നു വരുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. ആ യുദ്ധമാണോ ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതൊന്നും അല്ല. ഇത് കർത്താവായ യേശുക്രിസ്തു പരസ്യമായി പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിങ്കൽ അന്തിക്രിസ്തുവും അവന്റെ സൈന്യങ്ങളും കടന്നു വന്നിരിക്കുന്ന യേശുക്രിസ്തുവിനോട് യുദ്ധം ചെയ്യാൻ തക്കണ കടന്നു വരുമ്പോൾ അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വാള് പുറപ്പെടുന്നു. ആ വാക്കിന് എന്തോ ഒരു ശക്തിയുണ്ട്. നമ്മൾ മത്തായി സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതേ കർത്താവ് തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന വേളയിൽ വലത്തുവശത്തും ഇടത്തുവശത്തും ഒരു കൂട്ടർ വന്ന് നിൽക്കുന്നില്ലേ? വലത്തുള്ളവരോട് പറയും, അവന്റെ വചനമാണ്, വലത്തോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുകയും. ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ടു പോകുകയും പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് പോയിക്കൊള്ളുകയും. അതാണ്, ആ ശബ്ദമാണ് മൂർച്ചയേറിയ ഇരുവായ്ത്തല ഉള്ള വാൾ എന്ന് പറയുന്നത്. ജാതികളെ വെട്ടുവാൻ 19-ാം അധ്യായം അതേ 15-ഉം 21-ഉം 15-ാമത്തെ വാക്യം വായിച്ച് 21-ാമത്തെ വാക്യം വായിച്ച് ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു, അവരുടെ മാംസം തിന്നു സകല പക്ഷികൾക്കും തൃപ്തി വന്നു. നോക്കണമേ, കുതിരപ്പുറത്തിരിക്കുന്ന ആരാ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. വെളിപ്പാട് പുസ്തകം രൂപക അലങ്കാരത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളാണ്. കുതിരപ്പുറത്ത് 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. നമ്മുടെ കർത്താവ് കുതിരപ്പുറത്ത്. സ്വർഗത്തിൽ കുതിരകളുണ്ട്. ഏരിയാവിന് ചുറ്റും സ്വർഗീയ അശ്വങ്ങളൊക്കെ നിന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. ഇതൊക്കെ നമുക്ക് ഭാവി ചെന്ന് കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. 1000 ആണ്ട് വാഴ്ച നടത്താൻ തക്കണ കടന്നു വരുന്ന കർത്താവ് പിശാചിനെയും അവന്റെ കൂട്ടരെയും അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചനൊക്കെ തീപ്പോയി പിടിച്ചിടാൻ പോകുന്ന കാലം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നു, കുതിരപ്പുറത്ത് നമ്മളും കർത്താവിനോടുകൂടെ കുതിരപ്പുറത്താണ് ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ തക്കണം പോകുന്നത്. 99 വയസ്സുള്ള അമ്മച്ചി അന്ന് കർത്താവിന്റെ കൂടെ കുതിരപ്പുറത്ത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ വരുന്ന കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കി. 1000 ആണ്ട് വാഴ്ചയിൽ രാജ്യം വിഭജിച്ചു കൊടുക്കുമ്പോൾ വിശ്വസ്തയോടെ നിന്ന ഈ ലോകത്തിൽ ആരും പരിഗണിക്കാതിരുന്ന 99 വയസ്സുള്ള അമ്മച്ചി അന്ന് വെള്ളക്കുതിര പുറത്ത് ഈ രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി ഭരണം നടത്തുവാൻ തക്കൊണ്ട് ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. എത്ര പ്രത്യാശയുടെ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ വായിക്കുന്നത്, കുതിരപ്പുറത്തിരിക്കുന്നവരോട് യുദ്ധം ചെയ്ത് കൊല്ലുവാൻ വന്നപ്പോൾ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയേറിയ വാളുകൊണ്ട് അവരെ കൊന്നുകളയും. ഇതാണ് ഈ ഇരുവായ്ത്തലുള്ള വാള്. ദൈവത്തിന് സ്തോത്രം. ഇനി 13-ാമത്തെ വാക്യമാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രശംസ. ആ പ്രശംസയെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അതെ, 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, 2:13. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പോസിനെ കൊന്ന കാലത്ത് നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 പ്രശംസകളാണ്. ശ്രദ്ധിക്കണേ. 13-ാമത്തെ വാക്യം പെർഗമോസ് സഭയെ കുറിച്ചും ഒരു പ്രശംസ പറയാനുണ്ട്. നീ എവിടെ പാർക്കുന്നു എന്നും. അടുത്ത വാചകം, അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. ഒരു ദൈവത്തിന്റെ പൈതൽ എവിടെ താമസിച്ചാലും നമ്മുടെ ദൈവം അറിയുന്നു. 139-ാം സംഖ്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് പാർത്താൽ നീ അവിടെ ഉണ്ട്. ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് നിന്ന് താമസിച്ചാൽ അവിടെ ഉണ്ട്. പാതാളത്തിന്റെ കിടക്ക വിരിച്ചാൽ അവിടെ നീയുണ്ട്. നിന്നെ വിട്ട് ഞാൻ എവിടേക്ക് പോകും? നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ എവിടെ ചെന്നാലും അവിടെ ഉണ്ട്. ദൈവത്തിന്റെ അഗാധമായ ജ്ഞാനത്തെക്കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു.
ദൈവം നമ്മെ അറിയുന്നു. ഇന്ന് രാത്രികാലം നമ്മളെ ആരും അറിയാനില്ലെന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ വേദനയില്, നിന്റെ ദുഃഖത്തില് എന്നെ കാണാൻ തക്കൊണ്ട് ആരുമില്ലല്ലോ, എന്നോടൊരു സഹതാപവാക്ക് പറയാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് ദുഃഖത്തിരിക്കും ദൈവത്തിന്റെ പൈതലേ, നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ കർത്താവ് അറിയുന്നെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? അവർക്ക് രണ്ട് പ്രത്യേക കാര്യമാണ് പ്രശംസ ആയിട്ട് വിളിച്ചു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. രണ്ട്, എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. എത്ര നല്ല അതേ പ്രശംസയാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. സാത്താൻ പാർക്കുന്നിടത്ത് തന്നെയാണ് ഈ സഭ. സാത്താന്റെ സിംഹാസനം അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് പെർഗമോസില്. നമ്മൾ അല്പസമയം അവിടെ നിൽക്കണം. സാത്താന്റെ സിംഹാസനം ഇപ്പോൾ പെർഗമോസ് സഭയെ വന്നിരിക്കുകയാണ്. അവിടെ സാത്താൻ വാസം ചെയ്യുകയാണ് കേട്ടോ. അത് മാത്രമല്ല, അതേ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ, താൽക്കാലികമായി മാറ്റി കഴിഞ്ഞപ്പോൾ അന്യ ആരാധനകളെല്ലാം കടന്നു വന്ന് സാത്താൻ പെർഗമോസ് സഭയിൽ വിഷവിത്ത് വിതയ്ക്കുവാൻ തക്കൊണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ ഇങ്ങനെ സാത്താൻ അവിടെ താമസിച്ചപ്പോൾ, സാത്താൻ പാർക്കുമ്പോൾ, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും ആ സഭയുടെ ഒരു പാസ്റ്ററായിരുന്നു. പുരാതന ചരിത്രം പറയുന്നത്, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ ഞങ്ങളുടെ വിശ്വാസം നിഷേധിച്ചില്ല. അന്തിപ്പാസിനെ കൊന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ഓടുകൊണ്ട് ഒരു കാളയെ ഉണ്ടാക്കിയിട്ട്, ചരിത്രമാണ്. ആ കാളയ്ക്കകത്ത്, അതേ ഓടുണ്ടാക്കിയ കാളയുടെ അകത്ത് അന്തിപ്പാസിനെ കയറ്റി കിടത്തിയിട്ട്, കൈയും കാലും കയറ്റി കിടത്തിയിട്ട് അടിയിൽ തീ കൊളുത്തി. ആ ഓടിന് തീ കൊളുത്തി. അതേ മരിക്കാതെ മരിച്ച് വിശ്വാസം കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിയാണ്. കാരണം തീയുടെ ചൂട് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ കടന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ച് രക്തസാക്ഷിത്വം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് അന്തിപ്പാസ്. അത്രമാത്രം പരിശോധന കൂടി കടന്നുപോയപ്പോൾ അവരുടെ ശുശ്രൂഷകനായിരുന്ന അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും അവർ വിശ്വാസം മുറുകെ പിടിക്കുകയും അത് നിഷേധിക്കുകയും ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സാത്താന്റെ നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടം എന്നും ഞാൻ അറിയുന്നു കേട്ടോ. സാത്താന്റെ സിംഹാസനം നമ്മൾ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചേ. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിക്കുവാൻ വന്നു. നോക്കണമേ, രണ്ട് പാർസി രാജ്യത്തിന്റെ പ്രഭു, യവനദേശത്തിന്റെ പ്രഭു. 20-ാമത്തെ വാക്യം വായിച്ചേ. 20. അതിന് അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാൻ ഇപ്പോൾ പാഴ്സി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. രണ്ട് പ്രഭുക്കന്മാർ, പാർസി പ്രഭു, യവന പ്രഭു. പ്രവാചകനായ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ പ്രാർത്ഥന ആരംഭിച്ചാണ്. 21 ദിവസം ഉപവസിച്ചു. 21-ാം ദിവസമാണ് അതേ ദൂതുമായിട്ട് ദൂതൻ കടന്നു വന്നത്. ആ കടന്നു വന്ന ദൂതൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ച ആദ്യ ദിനത്തിൽ തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഞാൻ വന്നതാണ്. എന്നാൽ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നെ തടഞ്ഞു നിർത്തി. സാത്താൻ തന്റെ കൂട്ടരെ നമ്മുടെ പ്രവർത്തനങ്ങൾ പോലെ തന്നെ നമ്മൾ ഓരോ പഞ്ചായത്ത് കയറി പ്രവർത്തിക്കുക, ഓരോ ഗ്രാമങ്ങളിൽ കയറി പ്രവർത്തിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഇവാഞ്ചലിസം വർക്കാണല്ലോ. ഇതുപോലെ സാത്താനും അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് തന്റെ പ്രവർത്തനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഓരോ ദേശത്ത് ഒരു പ്രഭുവിനെ അവനെ ആക്കി വെച്ചിട്ടുണ്ട്. പാർസി എന്ന് പറഞ്ഞ പേർഷ്യ, ഇറാൻ. അവിടെ ഇറാനിൽ ഒരു വലിയ പിശാചിനെ ആക്കി വെച്ചിട്ടുണ്ട്. യവന ദേശം എന്ന് പറഞ്ഞാൽ ഗ്രീസ് സാമ്രാജ്യം. മൂന്നാമത് വന്ന ഗ്രീസ് ആയിരുന്നല്ലോ. ആ യവന ദേശത്ത് ഗ്രീസ് സാമ്രാജ്യത്തിൽ ഒരു വലിയ പിശാചിനെ വാഴിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ കൗണ്ടിയിലും ഓരോ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിലും ഓരോ ആ പഞ്ചായത്തിന്റെ സ്ഥിതി അനുസരിച്ചുള്ള പിശാചുക്കൾ, ശക്തിയേറിയ പിശാചുണ്ട്, ശക്തി കുറഞ്ഞ പിശാചുണ്ട്.
ഇതിന്റെ എല്ലാം മെയിൻ ഓവർസിയർ എന്ന് പറയുന്നത് ലൂസിഫറാണ്. ലൂസിഫറാണ് ഈ നിയമനങ്ങളെല്ലാം നടത്തുന്നത്. കർത്താവ് പറഞ്ഞല്ലോ, സാത്താനെ പുറത്താക്കുന്നെങ്കിൽ അവരുടെ രാജ്യം ചിഹ്നിച്ചു പോകുമല്ലോ. കർത്താവിനെ കുറിച്ച് അവരൊന്ന് പറഞ്ഞു, അതേ ബെയൽസെബൂലിനെ കൊണ്ട്, ഏറ്റവും ശക്തനായ പിശാചായ ബെയൽസെബൂലിനെ കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കുന്നത്. അപ്പൊ കർത്താവ് പറയാണ്, സാത്താനെ പുറത്താക്കുന്നെങ്കിൽ അവരുടെ രാജ്യം ഛിന്ന ഭിന്നമായി പോകും. അപ്പൊ സാത്താൻ എന്തുണ്ട്? ഒരു രാജ്യമുണ്ട്, പാർസി രാജ്യത്തിന്റെ പ്രഭു, യവനദാസത്തിന്റെ പ്രഭു. അപ്പം ദൂതിന് മറുപടിയുമായിട്ട്, പ്രാർത്ഥനയുടെ മറുപടിയായി വന്ന ദൂതനെ പിശാച്, ഇറാന്റെ പ്രഭു, ഇറാന്റെ വലിയ പിശാച്, അതേ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം തടഞ്ഞു നിർത്തി. ഉടനെ പ്രധാന ദൂതനിൽ ഒരുത്തനായി മീകായിൽ അവിടേക്ക് കടന്നു വന്ന് സാത്താനെ ആട്ടിപ്പായിച്ചു. അങ്ങനെ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ മക്കളെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥന നമ്മൾ കുറഞ്ഞു പോരുത്. പാസ്റ്റർ പറയും പ്രാർത്ഥിച്ചോണേ എന്ന് പറയും, പുള്ളിക്കാരത്തി പ്രാർത്ഥിക്കുന്നില്ല. അത് പലരും തിരിച്ചു പറയും പ്രാർത്ഥിച്ചോണേ, പുള്ളിക്കാരത്തിക്ക് അവിടെ ഇരിക്കാൻ സമയം. ദാനിയേൽ നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കാൻ തക്കവണ്ണം വഴിയും തടയുന്ന പിശാചിന്റെ പോരാട്ടമുണ്ട്. കാരണം അവൻ ആകാശത്തിന്റെ അധിപതിയാണ്. ആ സാത്താനെ കുറിച്ച് നമുക്ക് അത് അല്പസമയം, നീ ഇരിക്കുന്ന സ്ഥലം, നീ പാർക്കുന്ന സ്ഥലം സാത്താന്റെ ഇരിപ്പിടം എന്ന് വായിക്കുന്നു. നമ്മുടെ കർത്താവ് 3 പ്രാവശ്യം സാത്താനെ വിളിച്ചിരിക്കുന്ന ഒരു പേരാണ് ഈ ലോകത്തിന്റെ പ്രഭു. 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിച്ചേ. ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. യവനന്മാർ പെരുന്നാളിന് വന്നപ്പോ അവര് പീലിപ്പോസിനോട് ഇത് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണമെന്ന്. അതേ പീലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും അവർ രണ്ടുപേരോട് ചെന്ന് യേശുവിനോട് പറഞ്ഞു. അതേ അവർ കാണാൻ വന്നിരിക്കുക. കർത്താവ് പറഞ്ഞു, അതേ കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ ദൈവപുത്രനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഉള്ള നാഴിക വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അവർ കേട്ടപ്പോൾ ഒരു ഇടിവെട്ടുന്ന ശബ്ദം പോലെയാണ്. ഇനി ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുമെന്ന് സ്വർഗത്തിൽ നിന്ന് ഇടിവെട്ടുന്ന പോലെ ഒരു ശബ്ദം. അവർ വിചാരിച്ചു ദൈവത്തിന് ദൂതൻ സംസാരിച്ചെന്നാണ്. സ്വർഗം അവന് പ്രസാദിച്ച ഭാഗം 12-ാം അധ്യായം വായിച്ചു നോക്കണം. അതേ മനുഷ്യപുത്രൻ പോകുമ്പോൾ ഉള്ള അനുഭവത്തെക്കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഇവിടെ വായിക്കുന്നു, ആ വാക്യം ഒന്നും വായിച്ച് 12:31 വായിച്ച്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. നോക്കണമേ, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭുവാണ്. സാത്താൻ യേശുവിന്റെ അരിക്കാന്ന് പറഞ്ഞില്ലേ, വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാമെങ്കിൽ ഞാൻ നിനക്ക് തന്നേക്കാം. ഈ ലോകം എന്റെ പക്കലേൽപ്പിച്ചിരിക്കുന്നു. ശരിയാണ്, സാത്താന്റെ അധീനയിലാണ് ഈ ലോകം കിടക്കുന്നത്. നീ ഈ ലോകത്തെ വീണ്ടെടുക്കാനായിട്ടാണ് വന്നത്. കാൽവരി ക്രൂശിൽ മരിക്കാനാണ് വന്നത്. എന്റെ കീഴിൽ കിടക്കുന്ന ആദാമ്യ വർഗത്തെ രക്ഷിക്കാനാണ് വന്നത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ ക്രൂശ് മരണമൊന്നും വെക്കണ്ട, നീ കഷ്ടപ്പാട് സഹിക്കണ്ട. വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാമെങ്കിൽ ഈ കാണുന്നതെല്ലാം നിനക്ക് തന്നേക്കാം. സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭുവാണ്. അവനൊരു ന്യായവിധി ഉണ്ടെന്ന് മനസ്സിലാക്കണം. 2-ാമത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതൊന്ന് ഓഫാക്കി നല്ലായിരുന്നു. 14-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുന്നില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. നോക്കണമേ, ലോകത്തിന്റെ പ്രഭു വരുന്നു. കർത്താവ് ഉപയോഗിച്ച പദമാ ലോകത്തിന്റെ പ്രഭു. ആരെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സാത്താനെയാണ് പേര് വിളിച്ചിരിക്കുന്നത്, ലോകത്തിന്റെ പ്രഭു. ഇനി 16-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യം വായിച്ചേ. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഈ ലോകത്തിന്റെ പ്രഭു, ദൈവത്തിന് സ്തോത്രം. കർത്താവ് 3 പ്രാവശ്യമാണ് ഈ ലോകത്തിന്റെ പ്രഭു എന്ന് സാത്താനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ലോകത്തിന്റെ പ്രഭു ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. പാർസി രാജ്യത്തിന്റെ പ്രഭു ഇല്ലേ? യവനദേശത്തിന്റെ പ്രഭു ഇല്ലേ? ഇനി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു നോക്കാം. 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള ആൾക്കാർ എഴുതിയെടുത്തോട്ടെ. 2 കൊരിന്ത്യർ 4:4 ആ വായിക്കാം.
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു, ദൈവത്തിന്റെ വചനം പ്രകാശിക്കാതിരിപ്പാൻ. ദൈവമക്കളെ, നമ്മൾ ഇതിനെല്ലാം ജയിക്കണം. ഈ ലോകത്തൊരു പ്രഭുവുണ്ട്, ഇവന് ഒരു അവസാനമുണ്ട്, അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ സാത്താന്റെ പ്രവർത്തനം ശക്തിയായിട്ട് വട്ടം കൂട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ലോകത്തിന്റെ പ്രഭു 1 യോഹന്നാൻ 4:3-4 ഒന്ന് വായിച്ചേ. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എതിർ ക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അത് ഇപ്പോൾ തന്നെ വന്നുമിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആകയാൽ ഇതിനെ ജയിപ്പാൻ തക്കൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 4:4, അതെ, യാക്കോബിന്റെ ലേഖനം 4:4 വെച്ച്. നോക്കണമേ, നമ്മുടെ ക്രമം തെറ്റിപ്പോയി. 1 യോഹന്നാൻ 4:3-4. എഫേസ്യ ലേഖനം 2 ഞാൻ പറഞ്ഞുവിടാം സമയമായതുകൊണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നോക്കണമേ, ആകാശത്തിന്റെ അധികാരി സാത്താൻ ആകാശത്തിന്റെ അധികാരിയാണ്. നമ്മൾ ഓർത്തിരിക്കണം. നോക്കണമേ, നമ്മൾ വായിക്കുന്നില്ലേ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. സ്വർലോകങ്ങളിലുള്ള ഉന്നത സ്ഥലങ്ങളിൽ നിന്നാണ് അതിന്റെ ശരിയായി തർജ്ജമ. ഉന്നത സ്ഥലങ്ങളിൽ ആകാശത്ത് അവന്റെ സിംഹാസനം വെച്ചിരിക്കുകയാണ്. അവൻ ആകാശത്തിന്റെ അധികാരിയാണ്. വെളിപ്പാട് 12-ാം അധ്യായത്തിലാണ് മീഖായേലും കൂട്ടും അവനെ യുദ്ധം ചെയ്ത് അവനെ താഴേക്ക് ഇടുന്നത്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നമ്മൾ ഒരു കാര്യം ഓർത്തു വരണം, നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല, സ്വർഗീയ പൗരന്മാരാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വരും. 3 വാക്യങ്ങൾ വായിച്ച് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. യോഹന്നാൻ 14 മുതൽ 16 വരുന്നത് വായിച്ചേ. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികരല്ലാത്തതുപോലെ അവരും ലൗകികരന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഇത് യേശുക്രിസ്തുവിന്റെ ഒരു മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ പറയാണ്, നീ ലോകത്തിൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളും. യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന 2 മിനിറ്റോടെ എന്റെ മുമ്പിലുണ്ട്. ഈ പ്രാർത്ഥന തന്റെ ജനത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. 7 കൂട്ടം കാര്യങ്ങൾ താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാപുരോഹിത പ്രാർത്ഥനയിൽ, പിതാവേ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാക്കണമേ. നമ്മളൊരു വേർപാട് ജീവിതം പാലിക്കണം. ഞാൻ ഈ വാക്യം പറഞ്ഞു വിട്ടേ. റോമാലേഖനം 12:2 വായിക്കുമ്പോൾ, ഈ ലോകത്തിന് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമുക്കൊരു വേർപാടുണ്ടായിരിക്കണം. ഈ ലോകത്തിന് അന്റുവരാകാതെ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. യാക്കോബിന്റെ ലേഖനം 4:4 വായിച്ച്. ായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുന്നവൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീർന്നു. നോക്കണമേ, ലോക സ്നേഹം നമ്മളിലേക്ക് കടന്നു വരാതെ ലോകത്തിന്റെ പ്രഭുവിന്റെ അരിക്കുന്ന നമ്മൾ ഓടി അതേ കർത്താവിന്റെ അരികെ കൃപാസനത്തിലേക്ക് കടന്നിരണം. അവസാനം യോഹന്നാൻ അപ്പോസ്തലൻ വാർദ്ധക്യം ചെന്നപ്പോൾ എഴുതിയ ലേഖനത്തിന് ഒരു വാക്യം വായിച്ച് നമുക്ക് നിർത്താം. 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെ. സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നോക്കണമേ, ബിൻസിമോൾ നല്ല ശക്തിയോടെ വായിച്ചു. അത് ആരും വിട്ടുകൊടുക്കരുത്. എല്ലാവരും അത് നല്ല വാശിയിലായിരിക്കണം. ഓട്ടം ഓടുമ്പോൾ അങ്ങനല്ലേ ഓടുന്നത്. വാശി. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. ആനിമോളെയും ബിൻസിമോളെയും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ചോണയായിട്ട് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നത്, ലോകത്തെയും ലോകത്തുള്ള സ്നേഹിക്കരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് സാത്താന്റെ ആയുധങ്ങളാണ്.
ദൈവമക്കളെ, ഇതിനെ നമ്മൾ ജയിക്കണം. ഇവിടെ പെർഗമോ സഭയെക്കുറിച്ച് വായിക്കുന്നത്, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിങ്ങൾ എൻ്റെ നാമം നിഷേധിച്ചില്ല, നിങ്ങൾ വിശ്വാസം മുറുകെ പിടിച്ചു. അവർക്ക് കൊടുത്ത പ്രശംസയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തയാൾ ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രാജുവേഷൻ ഏപ്രിൽ 25 നടക്കുന്നതാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പൂരിപ്പിക്കാനുള്ളവർ ദയവായിട്ട് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. പാസ്റ്റർ സുരേന്ദ്രൻ പ്രാർത്ഥിച്ചാട്ട് അവസാനം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനാദിയമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല രാത്രിക്കായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന് സ്തോത്രം. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ദൈവത്തെ പാടി ആരാധിക്കുവാനും വചനങ്ങൾ കേൾക്കുവാനൊക്കെ സർവശക്തനായ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത്രയും സമയം റെസ്റ്റില്ലാതെ ദൈവമായ കർത്താവെ വചനങ്ങളെ പഠിപ്പിച്ച ദൈവദാസനെ ബലപ്പെടുത്തി ശക്തീകരിക്കുക. ഇനിയും പരിശുദ്ധാത്മാവ് നിറവ് ഞങ്ങൾക്ക് വേണ്ടി വചനങ്ങളെ പ്രഘോഷിപ്പാൻ പഠിപ്പിക്കുവാൻ ദൈവം നിന്റെ മകന് കൃപ കൊടുക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ബൈബിൾ സ്റ്റഡിയെ അനുഗ്രഹിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മഹാദൈവത്തിന്റെ കരം തന്നെ കൂടെ ഇരിക്കണം. കർത്താവ്, ഈ അന്ത്യകാലത്ത് ഞങ്ങൾക്കും ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ, ഈ പഠിക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് ഉപകാരമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ദൈവത്തോട് ലീഡ് ചെയ്യുന്ന ദേവദാസനായി പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കും. ബൈബിൾ വായിച്ച പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹാദൈവത്തിന്റെ കരം തന്നെ കൂടെ ഇരിക്കണം. പ്രാർത്ഥന യാചന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ദൈവം കേൾക്കണം. പരിശുദ്ധ നല്ല പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയർ ഇതേ ഐഡിയയിൽ നടക്കുകയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം സൈമൺ ആണ് ഇന്ന് മെസ്സേജ് പറയുന്നത്. സൂമിനകത്ത് ഉടൻ തന്നെ ആരാധനയും മീറ്റിംഗും ആരംഭിക്കുകയാണ്. അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലാത്തവർക്ക് ലെഫ്റ്റ് ചെയ്യാവുന്നതാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഞങ്ങളുടെ ഗൾഫ് കൺട്രീസിലൊക്കെ അല്പമായ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ വീണ്ടും ആരാധനയൊക്കെ ഞങ്ങളുടെ മീറ്റിംഗ് ഒക്കെ സൂമിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. വ്യാഴാഴ്ച വൈകിട്ടത്തെ മീറ്റിംഗ് ഈ സൂമിൽ ആരംഭിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. Hallelujah. Slowdown, 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 slowdown. It's the Lord. Hallelujah. Slowdown, slowdown.